റഷ്യ ഉക്രൈൻ യുദ്ധം കൂടുതൽ സങ്കീർണവും ഭയാനകവുമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഉക്രൈനിന്റെ സൈനിക കേന്ദ്രങ്ങളെയും വിതരണ ശൃംഖലകളെയും ലക്ഷ്യമിട്ട് റഷ്യൻ സേന തങ്ങളുടെ ആക്രമണങ്ങൾ വീണ്ടും ശക്തമാക്കിയിരിക്കുന്നു. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ഉക്രൈനിന്റെ പ്രധാന ലോജിസ്റ്റിക്സ് പാതകളെയും തന്ത്രപ്രധാനമായ തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങളെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ വ്യോമാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സമുദ്രമാർഗമുള്ള ഉക്രൈനിന്റെ ചരക്കു നീക്കവും സൈനിക സഹായങ്ങളും തടസ്സപ്പെടുത്തുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായി റഷ്യ തങ്ങളുടെ അത്യാധുനിക ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ഒഡേസ മേഖലയിലെ പ്രമുഖ തുറമുഖങ്ങളെ ലക്ഷ്യമിട്ടാണ് റഷ്യൻ സേന ആക്രമണം നടത്തിയത്. ഗെറാൻ 4 വിഭാഗത്തിൽപ്പെട്ട മാരകശേഷിയുള്ള ആക്രമണ ഡ്രോണുകളാണ് ഈ ദൗത്യത്തിനായി റഷ്യൻ സേന ഉപയോഗിച്ചത്. യുസ്നി തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഒരു ടാങ്കർ സഹിതമുള്ള കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ധന ശേഖരണവും വിതരണവും ലക്ഷ്യമിട്ടായിരുന്നു ഈ നീക്കമെന്നാണ് കരുതപ്പെടുന്നത്. ഇതിനു പുറമെ ഒഡേസ തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ഡ്രൈ കാർഗോ കപ്പലിന് നേരെയും റഷ്യൻ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ആയുധങ്ങളോ മറ്റ് സൈനിക സാമഗ്രികളോ എത്തിക്കാൻ ഉപയോഗിച്ച കപ്പലാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ആരോപിക്കുന്നത്. ഉക്രൈൻ സേനയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആയുധങ്ങളും ഇന്ധനങ്ങളും മുൻനിര പോരാട്ട ഭൂമിയിലേക്ക് എത്തുന്നത് തടയുക എന്നതാണ് തങ്ങളുടെ നീക്കത്തിന് പിന്നിലെന്ന് മോസ്കോ വ്യക്തമാക്കുന്നുണ്ട്. സമുദ്രപാതകൾ അടയ്ക്കുന്നതിലൂടെ ഉക്രൈനിന്റെ പ്രതിരോധ ശേഷിയെ മാനസികമായും ഭൗതികമായും തളർത്താൻ സാധിക്കുമെന്ന് റഷ്യൻ സൈനിക നിരീക്ഷകർ കണക്കുകൂട്ടുന്നു. കരമാർഗമുള്ള പോരാട്ടത്തിലും റഷ്യ തങ്ങളുടെ ആക്രമണ തീവ്രത കുറച്ചിട്ടില്ല. കിഴക്കൻ ഉക്രൈനിലെ കുപ്യാൻസ്ക് മേഖലയിൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ രൂക്ഷമായ പോരാട്ടമാണ് നടക്കുന്നത്. തന്ത്രപ്രധാനമായ റെയിൽവേ പാതകളും ഗതാഗത കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്ന കുപ്യാൻസ്ക് പിടിച്ചെടുക്കാൻ റഷ്യൻ സേന വൻതോതിൽ കരസേനയെയും പീരങ്കിപ്പടയെയും നിയോഗിച്ചിട്ടുണ്ട്. ഡോപ്രോപില്ലിയ മേഖലയിലെയും സ്ഥിതിഗതികൾ ഒട്ടും വ്യത്യസ്തമല്ല. ഈ മേഖലയിലെ ഉക്രൈൻ സൈനിക താവളങ്ങൾക്ക് നേരെയും പ്രതിരോധ കോട്ടകൾക്ക് നേരെയും ശക്തമായ പീരങ്കി ഉപയോഗിച്ചിട്ടുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. റഷ്യയുടെ വലിയ രീതിയിലുള്ള റോക്കറ്റ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് ഉക്രൈനിയൻ സ്ഥാനങ്ങളെ തകർക്കാൻ നിരന്തരമായ ഷെല്ലിംഗ് നടക്കുന്നുണ്ട്. ഇത് പ്രദേശത്തെ ജനവാസ കേന്ദ്രങ്ങളെയും വലിയ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. കിഴക്കൻ മുന്നണിയിൽ ഉക്രൈനിന്റെ പ്രതിരോധ ശേഷി തകർക്കുന്നതിനായി റഷ്യൻ സേന ആധുനിക ഗൈഡഡ് മിസൈലുകളും റോക്കറ്റ് ലോഞ്ചറുകളും വൻതോതിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഉക്രൈൻ സേനയുടെ കമാൻഡ് സെന്ററുകൾ, വെടിമരുന്ന് ശേഖരങ്ങൾ, സൈനിക വാഹനങ്ങൾ എന്നിവ കൃത്യമായി ലക്ഷ്യമിട്ടാണ് റഷ്യൻ ആർട്ടിലറി പ്രവർത്തിക്കുന്നത്. വ്യോമാക്രമണങ്ങളും കരമാർഗമുള്ള പോരാട്ടങ്ങളും ഒരുപോലെ ശക്തമായതോടെ യുദ്ധരംഗം കൂടുതൽ രക്തരൂഷിതമായി മാറുകയാണ്. പല മുന്നണികളിലും ഒരേ സമയം ആക്രമണം നടത്തുന്നതിലൂടെ ഉക്രൈൻ സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കാനും അവരുടെ വിഭവങ്ങൾ വീതിച്ചു നൽകാൻ നിർബന്ധിതരാക്കാനും റഷ്യക്ക് സാധിക്കുന്നുണ്ട്. ഉക്രൈനിന്റെ വിതരണ പാതകളെ ലക്ഷ്യമിട്ടുള്ള റഷ്യയുടെ ഈ തന്ത്രം വരും ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ ഗതിയെ വലിയ രീതിയിൽ സ്വാധീനിച്ചേക്കാം. പ്രത്യേകിച്ച് മുൻനിരയിലേക്ക് യുദ്ധസാമഗ്രികൾ എത്തിക്കുന്നതിൽ നേരിടുന്ന താമസം ഉക്രൈനിയൻ സൈന്യത്തിന്റെ മുന്നേറ്റങ്ങളെ പ്രതികൂലമായി ബാധിക്കും. തുറമുഖങ്ങളിൽ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര സമുദ്ര ഗതാഗതത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കരിങ്കടൽ വഴിയുള്ള വാണിജ്യ നീക്കങ്ങൾക്ക് ഇത്തരം സംഭവങ്ങൾ വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. എന്നാൽ റഷ്യയുടെ ഈ അവകാശവാദങ്ങളോട് ഉക്രൈൻ ഭരണകൂടവും സൈന്യവും വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിലും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭൂരിഭാഗം ഡ്രോണുകളെയും മിസൈലുകളെയും പ്രതിരോധിച്ചതായി അവർ സൂചിപ്പിക്കുന്നുണ്ട്. ജനവാസ മേഖലകളെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമണം നടത്തുന്നതെന്നാണ് ഉക്രൈൻ ആരോപിക്കുന്നത്. നിരവധി കോണുകളിൽ നിന്നും ഒരേ സമയം ആക്രമണം ശക്തമായതോടെ പോരാട്ടം കൂടുതൽ നീണ്ടുപോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾക്ക് സാധ്യത മങ്ങുകയും സൈനിക നടപടികൾക്ക് മുൻഗണന ലഭിക്കുകയും ചെയ്യുന്ന നിലവിലെ സാഹചര്യം വലിയ ആശങ്കയ്ക്കാണ് വഴി തുറക്കുന്നത്. അന്താരാഷ്ട്ര ശക്തികൾ മേഖലയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഉക്രൈന് കൂടുതൽ ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ നൽകണമെന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ സമ്മർദ്ദം മുറുക്കുന്നുണ്ട്.
റഷ്യയുടെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ ചെറുക്കാൻ തക്ക ശേഷിയുള്ള ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉക്രൈനിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കാൻ ഈ പുതിയ സംഭവങ്ങൾ കാരണമായേക്കാം. മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഒഡേസയിലെ തുറമുഖ ആക്രമണങ്ങളും കുപ്യാൻസ്ക്, ദോപ്രോപിലിയ എന്നിവിടങ്ങളിലെ രൂക്ഷമായ കരയുദ്ധവും വ്യക്തമാക്കുന്നത് റഷ്യ ഉക്രൈൻ സംഘർഷം ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്നാണ്. വിതരണ ശൃംഖലകൾ തകർത്ത് എതിരാളിയെ തളർത്തുക എന്ന റഷ്യയുടെ പുതിയ യുദ്ധതന്ത്രം വരും ദിവസങ്ങളിൽ യുദ്ധഭൂമിയിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.